പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ശത്രു രാജ്യത്തിന് ശക്തമായ മറുപടി നൽകുന്നുണ്ട്, മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭീകരതയ്ക്കെതിരായ പോരാട്ടം ഇന്ത്യ തുടരും എന്ന കാര്യം വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതേസമയം തന്നെ രാജ്യത്തെ ജനങ്ങൾക്കായി വമ്പൻ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലെ പ്രധാനപ്പെട്ട വമ്പൻ പ്രഖ്യാപനങ്ങൾ എന്താണ് എന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട സാധാരണ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനം GST പരിഷ്കരണമാണ്. ദൈനംദിനം ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് GST കുറയ്ക്കും എന്ന വലിയൊരു പ്രഖ്യാപനമാണ് ഉണ്ടാകുന്നത്. ദീപാവലിയോടെ GST കുറയ്ക്കുന്നതിന്റെ ഗുണം രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും, അത് നിലവിൽ വരും എന്നാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത്. യുവജനങ്ങൾക്ക് വേണ്ടി 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. 3.5 കോടി യുവജനങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കും. തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പദ്ധതിയുടെ തുടക്കമാകുന്നു എന്നാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയത്. അതിനൊപ്പം തന്നെ രാജ്യത്തെ മറ്റ് ചില പ്രധാനപ്പെട്ട മിഷനുകളെ കുറിച്ച് കൂടി പ്രധാനമന്ത്രി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം മിഷൻ സുദർശൻ ചക്രയാണ്. ഇന്ത്യക്കാരെ സംരക്ഷിക്കാനും ശത്രുക്കളെ ആക്രമിക്കാനുമുള്ള പദ്ധതിയാണ്. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഒരേ സമയം തന്നെ ഭീകരതയ്ക്കെതിരായ പോരാട്ടവും അതേസമയം രാജ്യത്തിനുള്ളിൽ നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങളെ സഹായിക്കുന്നവർക്കുമെതിരായ പ്രതിരോധവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സ്വന്തം ബഹിരാകാശ കേന്ദ്രം എന്നത് ഏറെക്കാലമായുള്ള സ്വപ്നമാണ്. അതിനുവേണ്ടിയുള്ള പ്രയത്നം ISRO അഭിമാനപൂർവ്വം തുടരുകയാണ്. രാജ്യത്തിന്റെ സ്വന്തം ബഹിരാകാശ കേന്ദ്രം ഉടൻ സാധ്യമാക്കാനാകും എന്ന പ്രഖ്യാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിന്റെ ഭാഗമായി ഇന്ന് രാജ്യം ശ്രമിച്ചത്.